Welcome to Universal YouTube channel. Myself Nijas, Max Faculty, Universal Institute Kottakkal. Universal Talent Search Examination, April 2, 2025 നടന്ന മാത്സിൻ്റെ CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. If alpha and beta are the zeros of the quadratic polynomial p of x equal to 4x square minus 5x minus 1, find the value of alpha square beta plus alpha beta square. അപ്പോൾ നമുക്കറിയാം ആൽഫ സീറോസ് ഓഫ് എ പോളിനോമിയൽ ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ മൈനസ് 5/4 ആയിരിക്കും. കാരണം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആൽഫ പ്ലസ് ബീറ്റയുടെ വില മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുമ്പം സി ബൈ എ ആണ്. ഇവിടെ എന്തായിരിക്കും മക്കളെ? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 5/4, ദാറ്റ് ഈസ് 5/4 ആണ്. അതുപോലെ ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ സി ബൈ ആണ്. സി ബൈ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? ദാറ്റ് ഈസ് മൈനസ് 1/4 ആയിരിക്കും. ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ സ്ക്വയർ ആണ്. സോ ഇത് രണ്ടും എനിക്ക് ആൽഫ ബീറ്റ കോമൺ എടുത്തിരുന്നെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരും. സോ ആൽഫ ബീറ്റയുടെ വില ദാറ്റ് ഈസ് മൈനസ് 1/4 ആൽഫ പ്ലസ് ബീറ്റ 5/4 ആണ്. സോ ആൻസർ ഈസ് മൈനസ് 5/16 ആയിരിക്കും. സോ ഏതാ ഓപ്ഷൻ മക്കളെ? മൈനസ് 5/16. സി ആണ് കറക്റ്റ് ആൻസർ. സോ 61ാമത്തെ കറക്റ്റ് ആൻസർ സി ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If the product of the zeros of the polynomial, വീണ്ടും അതേപോലെ പോളിനോമിയലുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആയിരുന്നു. The product of the zeros of the polynomial f of x equal to ax cube minus 6x square plus 11x minus x is 4, then a is equal to. നമുക്കറിയാം ax cube plus bx square plus cx plus d equal to 0 ആണെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് ആണ് അല്ലെങ്കിൽ സീറോസ് ആണ് ആൽഫയും ബീറ്റയും ഗാമയെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് മൈനസ് 1/1 ബി ബൈ എ ആണ്. അതുപോലെ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ എന്ന് പറയുമ്പോൾ മൈനസ് 1² സി ബൈ എ ആണ്. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മൈനസ് 1³ ഡി ബൈ എ ആണ്. അപ്പോൾ ഈ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ഇതിലെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടെ ആൽഫയും പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ഈ കേസിൽ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1³ ഇൻറ്റു മൈനസ് 6/a ആണ്. ആ വാല്യൂ തന്നിട്ടുണ്ട് 4 ആണ്. ഈക്വൽ ടു 4 എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ മൈനസ് 1³ എന്ന് പറയുമ്പം 1 ആണ്. സോറി മൈനസ് 1 മൈനസ്, അപ്പോൾ 6/a ആണ് 4. ദാറ്റ് മീൻസ് a ഈക്വൽ ടു 6/4 അഥവാ a എന്ന് പറയുന്നത് 3/2 ആണെന്ന് മനസ്സിലാക്കാം. സോ എയുടെ എ ആരാ മക്കളെ? ഓപ്ഷൻ ഏതാ? എ എന്ന് പറയുമ്പോൾ 3/2 ആയിരിക്കും. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ 62ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. സം കണ്ടുപിടിക്കാൻ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നാച്ചുറൽ സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. സം ഓഫ് ഫസ്റ്റ് ഓഡ് നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ വി ഹാവ് എ ഫോർമുല. സം ഓഫ് ഫസ്റ്റ് ഓഡ് നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കാണും. വി ഹാവ് എ ഫോർമുല. അതെന്തായിരുന്നു മക്കളെ? ഷോർട്ട് കട്ട് ആയിരുന്നു. ദാറ്റ് ഈസ് n² ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിലെന്താ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് 20² ആണ്, അഥവാ 400 ആയിരിക്കും ആൻസർ. സോ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 63ാമത്തെ കറക്റ്റ് ആൻസർ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്ഫിയർ of radius r is melted and cast into the shape of a solid cone of height r. The radius of the base of the cone ആണ്. അതായത് ആദ്യം ഒരു സോളിഡ് സ്ഫിയർ ആയിരുന്നു, അത് മെൽറ്റഡ് ആൻഡ് കാസ്റ്റ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ സോളിഡ് കോൺ. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത് വോളിയം ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു എന്ത് ഇക്വേറ്റ് ചെയ്യാം? വോളിയം ഓഫ് കോൺ എന്ന് ഇക്വേറ്റ് ചെയ്യാം. വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. ആ ഐഡിയ ആണ് അപ്ലൈ ചെയ്തത്. വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. സ്ഫിയറിൻ്റെ വോളിയം നമുക്കറിയാം 4/3 πr³ ആണ്. സോ റേഡിയസ് r ആണെങ്കിൽ 4/3 πr³ ആണ് വോളിയം ഓഫ് സ്ഫിയർ അല്ലേ. ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോളിഡ് കോണിൻ്റെ ഹൈറ്റ് r ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സോളിഡ് കോൺ വോളിയം ഓഫ് സോളിഡ് കോണിൻ്റെ വോളിയം നമ്മൾ എന്ത് ചെയ്തു? 1/3 πr² വെച്ചാൽ 1/3 π. ഇവിടുത്തെ റേഡിയസ് അറിയില്ല. ആ റേഡിയസിനെയാണ് ഞാൻ റേഡിയസ് ഓഫ് ദ ബേസ് കോൺ ആണ്. റേഡിയസ് ഓഫ് ദ കോൺ ഞാൻ എന്താക്കി എടുത്തു? ക്യാപിറ്റൽ R ആക്കി എടുത്തു. റേഡിയസ് ഓഫ് ദ കോൺ ഈക്വൽ ടു ക്യാപിറ്റൽ R എന്ന് എടുത്തു.
ഹൈറ്റ് ഓഫ് ദ കോൺ എന്താണ്? സ്മോൾ ആർ ആണ്. ഹൈറ്റ് ഓഫ് കോണ് സ്മോൾ ആർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ചിന് പകരം സ്മോൾ ആർ കൊടുത്തു. സോ ക്യാൻസൽ ചെയ്ത 4/3 പൈ, ഈ 3യും പൈയും എല്ലാം ക്യാൻസൽ ആയി പോയി. 4r³ ഈ ആറും സ്മോൾ ആറും കട്ട് ചെയ്താൽ 4r² ഈക്വൽ ടു ആർ സ്ക്വയർ ആയി മാറും. സോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞത് 2r ആയി മാറും. ദാറ്റ് മീൻസ് കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 ടൈംസ് ദ റേഡിയസ് ഓഫ് എന്തായിരിക്കും? 2 ടൈംസ് ദ റേഡിയസ് ഓഫ് സ്ഫിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് എ ആണ് കറക്റ്റ് ആൻസർ. സോ 64ാമത്തെ കറക്റ്റ് ആൻസർ എ ആയിരിക്കും റിക്വയർഡ് ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 65ാമത്തെ. The area of the largest triangle that can be inscribed in a semicircle of a radius. The largest triangle that can be inscribed in a semicircle of radius are. ഒരു സെമി സർക്കിൾ ഇതാണെങ്കിൽ സെമി സർക്കിളിലെ റേഡിയസ് ആർ ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 2r ആയിരിക്കും. റേഡിയസ് ആർ ആണെങ്കിൽ ഡയമീറ്റർ വിൽ ബി 2r. ഡയമീറ്റർ 2r ആയിരിക്കും. ഡയമീറ്റർ 2r ആയിരിക്കും. അപ്പം ഇത് 2r ആണ്. എന്താ പറഞ്ഞു വെച്ചാൽ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്. ലാർജസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലാർജസ്റ്റ് ട്രയാങ്കിൾ ആയിട്ട് പറ്റുന്നത് ഇതാണ്. ഇതാണ് ഒരു ലാർജസ്റ്റ് ട്രയാങ്കിൾ അല്ലേ? സെമി സർക്കിൾ ആയതുകൊണ്ട് 90 ഡിഗ്രി തന്നെ ആയിരിക്കും എപ്പോഴും. ഇത് ലാർജസ്റ്റ് ട്രയാങ്കിൾ ആവണമെങ്കിൽ നമുക്ക് ഇത് എന്തായിരിക്കണം? ഈ പറഞ്ഞത് റേഡിയസ് ആയാൽ മതി. ഹൈറ്റ് റേഡിയസ് ആയാൽ മതി. ഹൈറ്റ് റേഡിയസ് ആകുമ്പം അതിന് ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് ആര 2r ആണ്, ഹൈറ്റ് r ആണ്. ദാറ്റ് മീൻസ് എന്തായി മാറും? 2 കട്ട് ചെയ്ത ആർ സ്ക്വയർ വിൽ ബി ദ ലാർജസ്റ്റ് ഏരിയ. സോ ഏതായിരിക്കും മക്കളെ ഓപ്ഷൻ? ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ദാറ്റ് മീൻസ് എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 65ാമത്തേൻ്റെ കറക്റ്റ് ആൻസർ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് AP ഉണ്ട്. ഹാവ് ദ സെയിം കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം ഓഫ് വൺ ഓഫ് ദീസ് ഇസ് 8 ആൻഡ് ദാറ്റ് ഓഫ് അതർ ഈസ് 3. ഡിഫറൻസ് ബിറ്റ്വീൻ ദ 30th ടേം ആണ് ചോദിച്ചത്. അപ്പോൾ രണ്ട് AP ഉണ്ട്. ഫസ്റ്റ് APയുടെ 30th ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം A+29D ആണ്. ആ ഫസ്റ്റ് ടേമിൻ്റെ ഫസ്റ്റ് APയുടെ ഫസ്റ്റ് ടേം 8 ആണെന്ന് പറഞ്ഞത്. സോ 8+ എന്തായിരുന്നു? 29D ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് മക്കളെ. nth ടേം ഓഫ് എൻ AP എന്ന് പറയുമ്പോൾ A+n-1 ഇൻറ്റു D ആണ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണെന്ന്, D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ 30th ടേം എന്ന് പറയുമ്പോൾ 8+29D ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ AP, ഇത് ഫസ്റ്റ് AP ആണ്. ഫസ്റ്റ് AP ആണ് ഈ പറഞ്ഞത്. സെക്കൻഡ് AP ആണെങ്കിൽ സെക്കൻഡ് APയിലെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 3 ആണെന്നും. ദാറ്റ് ഓഫ് അതർ ഈസ് 3. സോ അതിൻ്റെ 30th ടേം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3+29D ആണ്. സോ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഞാൻ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടുക? T30 ഓഫ് ഫസ്റ്റ് AP മൈനസ് T30 ഓഫ് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8 - 3 5 ആയിരിക്കും. ആ D ക്യാൻസൽ ആയി മാറും. ദാറ്റ് മീൻസ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5 ആയിരിക്കും അല്ലേ? സോ 5 എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് മക്കളെ? കറക്റ്റ് ആൻസർ D ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ 66ാമത്തെ കറക്റ്റ് ആൻസർ D വിൽ ബി ദ ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. 67ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് x ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ക്യാപിറ്റൽ P എന്ന് പറഞ്ഞ പോയിന്റ് x,2ഉം അതായത് P എന്ന് പറഞ്ഞ പോയിന്റ് x2ഉം Q എന്ന് പറഞ്ഞത് 3 - 6 ആണെങ്കിൽ അവർ തമ്മിൽ ഡിസ്റ്റൻസ് 10 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. പക്ഷേ x ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, x ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. സോ PQ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 10 ആണ്. സോ ഡിസ്റ്റൻസ് ഫോമിൽ അനുസരിച്ച് x-3 ദ ഹോൾ സ്ക്വയർ പ്ലസ് -x-3 ഹോൾ സ്ക്വയർ പ്ലസ് 2 - -6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 ആണ്. സോ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തിരുന്നത് എന്ത് വരും മക്കളെ? x-3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ആണ് 10 സ്ക്വയർ എന്ന് വരും അല്ലേ? സോ 100 - 64 ആണ്. അല്ലെ ഈ 8 സ്ക്വയർ അങ്ങോട്ട് 100 - 64 ആണ് x-3യുടെ സ്ക്വയർ അല്ലേ? സോ 36 ആണ് x-3യുടെ സ്ക്വയർ. രണ്ട് സൈഡ് റൂട്ട് എടുക്കുമ്പോൾ x-3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് +or-6 എന്ന് വരും. സോ x എന്ന് പറഞ്ഞത് 9 എന്ന് വരും, ഓർ x ഈക്വൽ ടു -3 എന്ന് വരും. കാരണം ആ -3 അങ്ങോട്ട് പോകുമ്പോൾ 6 - 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -6 + 3 എന്ന് പറയുമ്പോൾ -3 വരും. ബട്ട് ശ്രദ്ധിക്കണം, ഇതിൽ നമുക്ക് ഈ ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? C ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ തന്നെ ആ ബിയും ഡിയും ആദ്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? റിജക്ട് ചെയ്യാമായിരുന്നു. സോ ആൻസർ C ആണ് കറക്റ്റ് ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. 68ാമത്തെ ക്വസ്റ്റ്യൻ. എ സർക്കിൾ ഈസ് ഡ്രോൺ with origin as the center passes through 13/2, the point which does not lie in the interior of the circle. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സർക്കിള്
അതിൻ്റെ ഒറിജിന് സെൻട്രലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പാസസ് ത്രൂ 13/2, 0 എന്ന് പറയുമ്പോൾ റേഡിയസ് 13/2 ആണ്. 13/2, 0 ആയിരിക്കും റേഡിയസ് അല്ലേ. സോ 13/2, 0 ഇസ് ദ റേഡിയസ്. അപ്പോൾ ഇത് 13/2, 0 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ റേഡിയസ് 13/2 ആണ്. അപ്പോൾ സെൻട്രൽ ഒറിജിൻ ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിന്റിൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി മക്കളെ, ഈ ഓരോ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സെൻറ്ററിൽ നിന്നുള്ള ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷന് 0, 0 -3/4, 1 ഇതിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? റേഡിയസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 13/2 ആണ്. അത് 6.5 ആണ്. അപ്പോൾ 6.5 യൂണിറ്റ്സിനേക്കാൾ കുറവുള്ള ഡിസ്റ്റൻസ് ആണ് ഒറിജിനിൽ നിന്ന് ഈ ഓരോ പോയിന്റ് കാണിക്കുന്നെങ്കിൽ അത് ഇൻറ്റീരിയർ ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒറിജിനാണ്, ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ OA എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്തിരുന്നെങ്കിൽ ദാറ്റ് ഈസ് 3/4 സ്ക്വയർ. 3/4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 9/16 പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് √25/16 ആണ്. അത് 5/4 ആണ്. 5/4 എന്ന് പറയുമ്പം 6.5നേക്കാൾ കുറവാണ്. ദാറ്റ് മീൻസ് അത് ഇൻറ്റീരിയർ ആണ്. ആദ്യത്തെ പോയിന്റ് ഇൻറ്റീരിയർ ആണ്. അതേപോലെ രണ്ടാമത്തെ ബി എടുത്തിരുന്നെങ്കിലോ O0, 0 ഏതിലേക്ക് 27/3 ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ OB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അഗെയിൻ എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 49/9 വരും. സോ 9 × 4 36. അപ്പോൾ 36 പ്ലസ് 49 ഡിവൈഡ് ബൈ 9 ദാറ്റ്സ് ഓൾമോസ്റ്റ് 50 √85/3 എന്ന് വരും. അതും എന്ത് തന്നെയാണ്? ഇൻസൈഡ് ആയിരിക്കും ആ പോയിന്റും അല്ലേ. കാരണം √85 എന്ന് പറയുമ്പോൾ 81 എന്ന് പറഞ്ഞാൽ 9നേക്കാൾ കുറവ്. അപ്പോൾ എന്തായാലും 6.5നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ എയും ബിയും അല്ല റോങ് വണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തെടുത്ത് നോക്കി നോക്കാം. സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത് നോക്കിയാൽ 0, 0 എങ്ങോട്ടേക്കാം? 5, -1/2 എടുത്ത് നോക്കാം. -1/2. അപ്പോൾ OC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്തുമ്പോൾ ദാറ്റ് ഈസ് 25 പ്ലസ് 1/4 ആണ്. ദാറ്റ്സ് അഗെയിൻ √101/4 ആണ്. അപ്പോൾ ഏകദേശം 10 /4 എന്ന് പറയുമ്പം ദാറ്റ് ഈസ് 5/2. അതും എന്താണ്? ലെസ് ദാൻ, ഈ വാല്യൂ എന്തായാലും ലെസ് ദാൻ എന്തായിരിക്കും? ലെസ് ദാൻ 6.5 ആയിരിക്കും. അപ്പോൾ ഡി ആവാനാ സാധ്യത. ഡി ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഡി എന്ന് പറഞ്ഞത് 0, 0 ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആക്കിയിട്ട് ഞാൻ എന്തെടുത്തു? -6, 5/2 ആണ്. അപ്പോൾ OD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 36 പ്ലസ് 25/4 ആണ്. സോ ദാറ്റ് ഈസ് 144 പ്ലസ് 25/4 ആണ്. ദാറ്റ് ഈസ് 13/2 ആണ്. ദാറ്റ് ഈസ് 6.5 യൂണിറ്റ്സാണ്. അപ്പോൾ ഈ ഡി മാത്രമാണ് എന്തായത്? കറക്റ്റ് ഒറിജിന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് എന്ത് ഡിസ്റ്റൻസ്? കറക്റ്റ് 6.5, അതായത് റേഡിയസ് തന്നെയാണ്. അപ്പോൾ ആ പോയിന്റ് മാത്രം ഇൻറ്റീരിയർ അല്ല. ദാറ്റ് മീൻസ് ആ പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഗ്രാഫിക്കലി ദ പെയർ ഓഫ് ഇക്വേഷൻസ് 6x - 3y + 10 = 0. അപ്പോൾ നമുക്കറിയാം ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇപ്പോൾ a1x + b1y + c1 = 0യും a2x + b2y + c2 = 0. ഇത് രണ്ട് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് ഈ ഇക്വേഷൻസ് ഇഫ് a1/a2 = b1/b2 not equal to c1/c2 എന്നാണ് കാണിക്കുന്നെങ്കിൽ അത് പാരലലാണ്. അപ്പം ഇവിടെ നമുക്ക് അല്ലെങ്കിൽ അത് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ അത് എന്താണ്? അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസാണ്. അപ്പോൾ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ അത് അത് എന്തായിരിക്കും? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഇപ്പോൾ a1/a2 = b1/b2 = c1/c2 ആണെങ്കിൽ അതെന്തായിരിക്കും? ആ രണ്ടും ഇൻ്റർസെക്റ്റിംഗ് എന്നല്ല, ആ രണ്ടും എന്തായിരിക്കും? ഒരേ കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഞാൻ എഴുതി വെക്കാം. a1/a2 = b1/b2 = c1/c2 ആണെങ്കിൽ അത് കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കും കേട്ടോ. കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു മാറിപ്പോയിട്ടുണ്ടായിരുന്നു. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്.
അപ്പോൾ ഇതിൽ മക്കളെ ഇവിടെ നോക്കി നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 6x ബൈ അപ്പോൾ 6/2 ഈക്വൽ ടു -3/-1. അപ്പോൾ A1/A2 തന്നെയാണ് B1/B2, പക്ഷെ നോട്ട് ഈക്വൽ ടു 10/9. അങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷൻ ഏതായിരിക്കും? അത് ഇതിൽ ഏത് സിറ്റുവേഷൻ? പാരലൽ ആണ് അല്ലേ? സോ പാരലൽ ലൈൻസ് ആയിരിക്കും ആൻസർ, പാരലൽ ലൈൻസ്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? ഡി ആണ് ആൻസർ. 69 ആൻസർ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ 70ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റോറേജ് ടാങ്ക് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ക്യൂബ് ആണ്. When it is full of water, the volume of water is 15.625. അപ്പോൾ ക്യൂബ് ആണെങ്കിൽ ഒരു ക്യൂബിൻ്റെ വോളിയം, ക്യൂബ് ഇതാണെങ്കിൽ ക്യൂബിൻ്റെ വോളിയം നമുക്കറിയാം എക്സ് ക്യൂബാണ്. ഇപ്പോൾ എല്ലാ എഡ്ജും എക്സ് ആണെങ്കിൽ വോളിയം എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബാണ്. അപ്പോൾ ആ എക്സ് ക്യൂബാണ് 15.625. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 15.625 ആണ്. അത് 2.5 ആയിരിക്കും, 2.5 മീറ്റർ ആയിരിക്കും. 2.5 മീറ്റർ ആണെന്ന് ഇരിക്കാം. 2.5 ആയിരിക്കും. 2.5 ചെയ്താൽ 15.625 വരും. ഇനി ഇഫ് ദ പ്രസന്റ് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഈസ് 1.3 മീറ്റർ, അതായത് ഇപ്പോൾ കറൻ്റ്ലി ആ ക്യൂബിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് 1.3 മീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഓൾറെഡി യൂസ്ഡ് ഫ്രം ദ ടാങ്ക്. അപ്പോൾ ആക്ച്വലി പ്രസന്റ് ഡെപ്ത് എത്രയാണ്? പ്രസന്റ് ഡെപ്ത് ഓഫ് വാട്ടർ ഈസ് 1.3 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? ഓൾറെഡി അതായത് നമ്മൾ യൂസ് ചെയ്തത് 1.2 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ 1.2 മീറ്റർ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചത്, കൺസ്യൂം ചെയ്തത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ യൂസ്ഡ് എന്തായിരിക്കും? വോളിയം ഓഫ് വാട്ടർ യൂസ്ഡ് എന്ന് പറയുമ്പോൾ അത് L × B/H ആണ്. ആ ലെങ്ത് എത്രയാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് തന്നെയാണ്, അഥവാ 2.5 ആയിരിക്കും. 2.5 × 2.5 × ഹൈറ്റ് എന്താണ്? എച്ച്. ഹൈറ്റ് ഓഫ് ദ എന്തായിരുന്നു? ഈ എച്ച് എന്ന് പറയുന്നത് 2.5 1.3 കുറച്ചതായിരിക്കും, ദാറ്റ് ഈസ് ഇൻറ്റു 1.2 ആയിരിക്കും. അപ്പോൾ 2.5 × 2.5 × 1.2 ദാറ്റ് ഈസ് 7.5 മീറ്റർ ക്യൂബ് ആയിരിക്കും. 7.5 മീറ്റർ ക്യൂബ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഏതാ ഓപ്ഷൻ മക്കളെ? ബി ആയിരിക്കും ആൻസർ. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് ഓൾറെഡി ഇപ്പോൾ ഉള്ള ഡെപ്ത് 1.3 ആണെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്തത് എത്രയായിരുന്നു? 1.2 മീറ്റർ ആയിരുന്നു നമ്മൾ ഹൈറ്റ് ആയത്. അപ്പോൾ ഉള്ള ആ ക്യൂബോയിഡിൻ്റെ വോളിയം കാണാൻ L × B/H ആണ്. ഇത് ക്യൂബോയിഡ് ആയിരുന്നു, ആ ക്യൂബോയിഡിൻ്റെ വോളിയം L × B/H ആയിരിക്കും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.5 മീറ്റർ ക്യൂബ് ആയിരിക്കും. സോ 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ റേഷ്യോ 2:4:3 ആണ്. ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ലെറ്റ് ദ ആംഗിൾസ് എന്താക്കി എടുക്കാം? 2x 4x 3x ആക്കി എടുക്കാം. ഇനി ഈ 3 ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഈ 3 ആംഗിളും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ മക്കളെ എത്ര ആൻസർ വരിക? ദാറ്റ് ഈസ് 180 ഡിഗ്രിയാ അല്ലേ? ഈക്വൽ ടു 180 ഡിഗ്രിയാ. അപ്പോൾ എത്ര ആയിരിക്കും? 9x ആണ് 180 ഡിഗ്രി. അപ്പോൾ എക്സ് എത്ര ആയിരിക്കും മക്കളെ? 20 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ ആണ് ചോദിച്ചത്. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2x ആണ്. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2x ആണ്. 2x എന്ന് പറയുമ്പോൾ 2 × 20 അഥവാ 40 ഡിഗ്രി ആയിരിക്കും. 2 × 20 ദാറ്റ് ഈസ് 40 ഡിഗ്രി ആയിരിക്കും. 40 ഡിഗ്രി. ദാറ്റ് മീൻസ് ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? ബി ആണ് കറക്റ്റ് ആൻസർ. 71ാമത്തെ ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ. 72ാമത് ഒരു ഫിഗർ ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു പറഞ്ഞ മക്കളെ? സർക്കിൾ BD ഈക്വൽ ടു OD. BD-യും OD-യും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് CD പെർപെൻഡിക്കുലർ ടു AB. ഫൈൻഡ് ആംഗിൾ CAB ആണ് ചോദ്യം. ഇപ്പൊ ഫിഗറിൽ O സെന്റർ ആണ്, നമുക്ക് BD ഈക്വൽ ടു OD. BD-യും OD-യും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. BD OD-യും ഈക്വൽ ആണ്. അതായത് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന രണ്ടെണ്ണം ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. BD-യും OD-യും ഈക്വൽ ആണ്. OB എന്ന് പറഞ്ഞത് റേഡിയസ് ആണ്, OD-യും റേഡിയസാണ്. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എഴുതാം? BD ഈക്വൽ ടു OD എന്ന് പറഞ്ഞത് ഗിവണാ. അതേപോലെ തന്നെ OB ഈക്വൽ ടു OD ആണ്. രണ്ടു റേഡിയൈ ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ട്രയാങ്കിൾ OBD എന്ന് പറഞ്ഞത് എന്ത് ട്രയാങ്കിളാ? ഇസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏത് ആംഗിൾ ആയിരിക്കും? എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 60 ആണെന്ന് മനസ്സിലായി. ഇത് 60 ഡിഗ്രിയാണ്. ആ ആംഗിൾ 60 ഡിഗ്രിയാണ്. ആ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ മക്കൾ ഒരു കാര്യം ഉറപ്പാണ്, ആംഗിൾ AOD എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അതെങ്ങനെ 120 ഡിഗ്രി ആയി മക്കളെ? ലീനിയർ പെയറിൻ്റെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇതിനെ 120 ഡിഗ്രി എന്ന് എഴുതാം.
ദിസ് ഈസ് 120 ഡിഗ്രി, 120 ഡിഗ്രിയാണ്. ലീനിയർ പെയർ, റീസൺ എന്താ, ലീനിയർ പെയറിൻ്റെ ഐഡിയ വെച്ചിട്ട് നമുക്ക് 120 ഡിഗ്രി എന്ന് എഴുതാം. ലീനിയർ പെയർ എന്നുള്ള ഐഡിയ വെച്ചിട്ട് ഏതൊക്കെ, ആ ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ ഡിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലീനിയർ പെയർ. ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു 180 ആണ്. ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഒ ഡി എന്ന് പറഞ്ഞത് 180 ഡിഗ്രിയാണ്. അപ്പം അത് 120 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ സർക്കിളിൽ പഠിച്ചൊരു തിയറാണ്, എ ഒ എയും ഒ ഡിയും റേഡിയസ് ആണെങ്കിൽ ആ എ ഒ ഡിയും എ സി ബിയും തമ്മിൽ ബന്ധമുണ്ട്. ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞത് ഹാഫ് ഓഫ് ആംഗിൾ എന്തായിരിക്കും, എ ഒ ബി ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ സർക്കിൾ പഠിച്ച തിയറാണ്. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു എത്ര ആയിരിക്കും, 120 ഡിഗ്രി, അഥവാ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ സി എ ബി ആണ്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആംഗിൾസ് ഇത്, അതായത് സി ഡി പെർപെൻഡിക്കുലർ ടു എന്താന്ന് പറഞ്ഞിട്ട്, സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആയതുകൊണ്ട് തന്നെ ഇതും 90 ആയിരിക്കും. സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അപ്പം ഇത് ഒരു എം ആക്കി എടുത്തിരുന്നെങ്കിൽ ഈ സി ഡി പെർപെൻഡിക്കുലർ സി എം പെർപെൻഡിക്കുലർ ടു എ ബി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സി എം 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി ഇപ്പോൾ 60 90 ആയിട്ടുണ്ടെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ, എ ആണ് കറക്റ്റ് ആൻസർ. 30 ഡിഗ്രി ആയിരിക്കും റിക്വയർഡ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ഫിഗർ ഇഫ് പി ക്യു ആർ ഇസ് ദ ടാൻജന്റ് ടു എ സർക്കിൾ അറ്റ് ക്യൂ whose center is O, AB is a chord parallel to PR and angle BQR is 70 degree, then angle AQB is equal to. ഈ ഫിഗറിൽ നല്ലോണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. തന്നിരിക്കുന്നത് ആംഗിൾ ബി ക്യു ആർ 70 ഡിഗ്രി തന്നിട്ടുണ്ട്, പി ആർ പാരലൽ ടു ഏതാണ്, എ ബി. അപ്പോൾ എ ബി പാരലൽ ടു പി ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആംഗിള്, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടാക്കുന്ന ആംഗിളുകൾ, ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇതും 70 ആണെന്ന് ഉറപ്പാണ്. ദിസ് ഇസ് ഓൾസോ 70 ഡിഗ്രി. അപ്പം അത് 70 ഡിഗ്രി ആണെങ്കിൽ, 70 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അത് 70 ആണെങ്കിൽ അതേപോലെ തന്നെ ഈ പറഞ്ഞ ക്യൂ സെൻറ്റർ ഈസ് ഒ, അങ്ങനെയാണെങ്കിൽ ക്യൂ ഒ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അപ്പോൾ ഈ റേഡിയസ് ക്യൂ ഇൻ ഫിഗർ പി ക്യു ആർ ഇസ് ടാൻജന്റ് ടു എ സർക്കിൾ അറ്റ് ക്യൂ സെൻറ്റർ ഈസ് ഒ, എ ബി ഇസ് എ കോഡ് പാരലൽ ടു പി ആർ ആൻഡ് ബി ക്യു ആർ ഈസ്, അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. പി ആറും ഈ പറഞ്ഞത് റേഡിയസ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, ടാൻജന്റും റേഡിയസും ഓൾവേസ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ആംഗിൾ മക്കളെ 20 ഡിഗ്രിയാണെന്ന് ഉറപ്പായി. ഇത് 20 ഡിഗ്രിയാണ്, 20 ഡിഗ്രിയാണ്, 20 ഡിഗ്രിയാണ്. ഏതാണ് ആ ആംഗിൾ, ഏതാണ് മക്കളെ, ആംഗിൾ ബി ക്യൂ. ഇതിന് ഞാനൊരു ലെറ്റർ വിളിച്ചു, ബി ക്യൂ എ, ബി ക്യൂ സി ആണെന്നിരിക്കുക. ആംഗിൾ ബി ക്യൂ സി അത് 20 ഡിഗ്രിയാന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ ഇത് എന്താണ്, ഈ ക്യൂ സി എന്ന് പറഞ്ഞത്, ക്യൂ സി അല്ലെങ്കിൽ ക്യൂ സി, ക്യൂ ഒ സി എന്ന് പറഞ്ഞത്, അല്ലെ ക്യൂ സി എന്ന് പറഞ്ഞത് പെർപെൻഡിക്കുലർ ടു ആരാണ്, എ ബി ആണ്. പെർപെൻഡിക്കുലർ ടു എ ബി. അതെന്നുള്ള പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറഞ്ഞത്, കാരണം ഇതൊരു കോഡാണ്, എ ബി കോഡും ഇത് റേഡിയസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പി ക്യൂ ക്യൂ സി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കൂടെ ഇത് ഈ പറഞ്ഞ ക്യൂ സി എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് 90 ആണ്, ഇതും 90 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ എ സി ക്യൂ ഈസ് കോൺക്രുവൻറ്റ് ടു ട്രയാങ്കിൾ ഏതായിരിക്കും, ട്രയാങ്കിൾ ബി സി ക്യൂ ആയിരിക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒ സി എന്ന് പറഞ്ഞത് പെർപെൻഡിക്കുലർ ടു കോഡ് ഫ്രം ദ സെൻറ്റർ, അത് ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഇത് ഈക്വൽ ടു ഇതായിരിക്കും, അതായത് ബി സി ഈക്വൽ ടു എ സി ആണ്. അപ്പോൾ സൈഡുകൾ ഈക്വൽ ആവും. പിന്നെ എന്താണ്,
അതേപോലെ തന്നെ ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ക്യു ഈക്വൽ ടു ആംഗിൾ എ സി ക്യു ഈക്വൽ ടു ആംഗിൾ ബി സി ക്യു 90 ഡിഗ്രിയാണ്. പിന്നെ ആരാണ് ക്യു സി ഈക്വൽ ടു ക്യു സി കോമൺ സൈഡ്. അപ്പോൾ ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാ SAS ക്രൈറ്റീരിയ അനുസരിച്ച് സൈഡ് ക്രൈറ്റീരിയ അനുസരിച്ച് അത് കോൺക്രുവൻ്റ് ആണെന്ന് മനസ്സിലായി. അത് കോൺക്രുവൻ്റ് ആണെങ്കിൽ ഇത് 20 ഡിഗ്രി തന്നെ ആയിരിക്കും. ആംഗിൾ എ ക്യു ബി ആണ് ചോദിച്ചത്, എ ക്യു ബി അതും 20 ഡിഗ്രി ആയിരിക്കും. അതെന്താ ഇതെങ്ങനെ 20 ഡിഗ്രി ആയി? എ ക്യു സി എങ്ങനെ 20 ഡിഗ്രി? CPCT അനുസരിച്ച് ആംഗിൾ എ ക്യു സി എന്ന് പറഞ്ഞത് AQC എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ആംഗിൾ AQC എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 20 ഡിഗ്രി ആയിരിക്കും ബൈ CPCT കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺക്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പോൾ അത് 20 ആകുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ AQB എന്നാണ്. ആംഗിൾ AQB എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 20 + 20 അഥവാ 40 ഡിഗ്രി ആയിരിക്കും ആൻസർ. 40 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഏതാ മക്കളെ? 40 ഡിഗ്രി ഓപ്ഷൻ ഉണ്ടോ നോക്ക്. യെസ്, ബി ആണ് കറക്റ്റ് ആൻസർ. 40 ഡിഗ്രി ആയിരിക്കും റിക്വയർഡ് ആൻസർ. So moving to the next one. A perpendicular bisector of the line segment joining the points capital A 15 and B 46 cuts the y-axis. അപ്പോൾ നമ്മുടെ പോയിന്റ് എവിടെ ഉള്ളതാണ്? പോയിന്റ് ലൈസ് ഓൺ y-axis ആണ്. y-axis ആയതുകൊണ്ട് ഞാൻ എന്താക്കി എടുത്തു? ദാറ്റ് പോയിന്റ് ക്യാൻ ബി കൺസിഡർ ആസ് സം P എന്ന് പറഞ്ഞ പോയിന്റ് 0, A ആക്കി എടുത്തു. ഇനി എന്താ പറയുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. AP യും BP യും ഈക്വൽ ആയിരിക്കും. അങ്ങനെ AP യിലേക്കുള്ള ഡിസ്റ്റൻസ് BP യിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല അനുസരിച്ച് A എന്ന് പറഞ്ഞത് 15 അല്ലേ? അപ്പോൾ 15. അപ്പോൾ AP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്തായിരിക്കും? √1 - 0 the whole square plus 5 - A the whole square equal to BP എന്ന് പറയുമ്പോൾ എന്താ? BP എന്ന് പറയുമ്പോൾ that is 4 - 0 the whole square plus 6 - A the whole square. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ 1 square plus 5 - A the whole square equal to 16 plus 6 - A the whole square എന്ന് വരും. 6 - A the whole square. So expand ചെയ്തിരുന്നെങ്കിൽ 1 plus 25 minus A minus B 2A 2 into 5 10A plus A square equal to 16 plus 36 minus 2 into 6 12A plus A square. P A square വെട്ടിപ്പോയി. So 16 plus 36 ഇപ്പോൾ 12A minus 10A that is equal to 36 46 52 minus 26 അഥവാ 26 equal to 2A എന്ന് വരും. that is A equal to 13 എന്ന് വരും. that means ആ പോയിന്റ് P എന്ന് പറഞ്ഞത് that is 0,13 എന്ന് വരും. that means ഓപ്ഷൻ 0,13 ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ഏതായിരിക്കും പോയിന്റ് മക്കളെ? 0,13. A ആണ് കറക്റ്റ് ആൻസർ. 74ാമത്തെ കറക്റ്റ് ആൻസർ A ആയിരിക്കും കറക്റ്റ് ആൻസർ. Next one, value of C4 which is a pair of equations Cx minus y equal to 2 and 6x minus 2y equal to 3 will have infinitely many solution. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ വരണമെങ്കിൽ എന്തായിരുന്നു? A1/A2 equal to B1/B2 equal to C1/C2 ആവണം. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ, അതായത് കോയിൻസിഡന്റ് ആവണം. ഇപ്പം A1x plus B1y plus C1 equal to 0 and A2x plus B2y plus C2 equal to 0 ആണെങ്കിൽ ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് A1/A2 equal to B1/B2 equal to C1/C2 ആവണം. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ, അതായത് കോയിൻസിഡന്റ് ആവണം ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ പെയർ ഓഫ് ഇക്വേഷൻസ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C/6 തന്നെ ആവണം, -1/-2 തന്നെ ആവണം, 2/3. ബട്ട് അത് നടക്കോ? ഇല്ല. ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞത് റോങ് ആണ്. ദാറ്റ് മീൻസ് ഇതിന് എന്ത് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവുമോ? വിൽ ഹാവ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ ഓഫ് സി എന്ന് പറഞ്ഞാൽ അങ്ങനെ നോ വാല്യൂ ഓഫ് സി ആണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. നോ വാല്യൂ ഓഫ് സി ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ, ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നോ വാല്യൂ. കാരണം C/6 ഈക്വൽ ടു -1/2 എന്ന് എഴുതിയിരുന്നെങ്കിൽ ഈക്വൽ ടു 2/3 എന്നുള്ളത് 1/2 -1/2 2/3 ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതിന് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റൂല. ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ആവുന്ന ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ആൻസർ വിൽ ബി ഡി ആണ് കറക്റ്റ് ആൻസർ. സോ 76ാമത്തെ ദിവസത്തിലേക്ക് പോവാം. ദ റേഡിയ ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ ബക്കറ്റ് ഓഫ് സ്ലാൻഡ് ആയിട്ട്
45 centimeter and 28 centimeter are 7 centimeter respectively. The curved surface area of a bucket is. അപ്പോൾ നമുക്കറിയാം ഒരു ബക്കറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ടോപ്പും ബോട്ടത്തിൻ്റെയും റേഡിയസുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പും ബോട്ടത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ റേഡിയസ് ആണ് 28 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ബോട്ടത്തിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 45 സെൻറ്റിമീറ്റർ തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. സോ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ദാറ്റ് ഈസ് പൈ എൽ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ആണ്. പൈ എൽ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ആണ്. ഈ എൽ ആണ് സ്ലാൻഡ് ഹൈറ്റ് 45 ആണ്. സ്മോൾ ആർ എന്ന് പറഞ്ഞതാണ് ബോട്ടത്തിൻ്റെ റേഡിയസ്, ടോപ്പിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അതതിൽ കൊടുത്തിരുന്നത് പൈ ഇൻറ്റു 45 ഇൻറ്റു ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ 28 പ്ലസ് സ്മോൾ ആർ 7 ആണ്. സോ 22/7 പൈ എന്ന് കൊടുത്താൽ 22/7 ഇൻറ്റു 45 ഇൻറ്റു 35 ആയിരിക്കും. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ 7 ഇൻറ്റു 5 വരും. സോ 22 ഇൻറ്റു 45 ഇൻറ്റു 5 കാൽക്കുലേറ്റ് ചെയ്താൽ 4950 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതായിരിക്കും വെച്ചാൽ എ ആയിരിക്കും കറക്റ്റ് ആൻസർ, 76ാമത്തത്. സോ അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒ പി പാരലൽ ടു ആർ എസ് ആണ്. ആ ഫിഗർ ഒന്ന് ഞാൻ മാറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ ഒ പി എന്ന് പറഞ്ഞൊരു ഒ പി പാരലൽ ടു ആർ എസ് ആണ്. ആർ എസ് പിന്നെ പറഞ്ഞത് ഈ പി ക്യു എന്ന് പറഞ്ഞത് ഈ ആംഗിള് പി ക്യു എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ഈ ആംഗിൾ 110, ഒ പി ക്യു എന്ന് പറഞ്ഞ ആംഗിൾ 110 ഡിഗ്രി തന്നിട്ടുണ്ട്. ക്യു ആർ എന്ന് പറഞ്ഞത് ഇത് 130 ഡിഗ്രിയാണ്. ക്യു ആർ എസ് എന്ന് പറഞ്ഞ ആംഗിൾ 130 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ലൈന് ഈ ഒ പി എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ മക്കളെ, ഒ പി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് എന്ന് പറഞ്ഞൊരു ലൈൻ ആംഗിൾ, ഈ ആംഗിള് ഈ ഒ പി എന്ന് പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത് അത് ആർ എസും ഒ പിയും പാരലൽ ആയതുകൊണ്ട് തന്നെ, ഒ പി പാരലൽ ടു ആർ എസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത പി എക്സും പാരലൽ ടു ആർ എസ് ആയിരിക്കും. പി എക്സ് പാരലൽ ടു ആർ എസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ 130 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും 130 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ അനുസരിച്ച് 130 ഡിഗ്രി ആയിരിക്കും. അത് 130 ഡിഗ്രി ആകുമ്പോൾ ലീനിയർ പെയർ അനുസരിച്ചിട്ട് ഈ പി എക്സ് ക്യൂ എന്ന് പറഞ്ഞ ആംഗിള്, നമുക്ക് ആംഗിൾ പി ക്യൂ പി എക്സ് ക്യൂ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ ആംഗിൾ പി എക്സ് ക്യൂ എന്ന് പറഞ്ഞ ആംഗിള് ദാറ്റ് ഈസ് 50 ഡിഗ്രി ആയിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. പി എക്സ് ക്യൂ എന്ന് പറഞ്ഞ ആംഗിള് ദാറ്റ് ഈസ് 50 ഡിഗ്രി ആയിരിക്കും. ഇത് 50 ഡിഗ്രി ആയിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് 110 ഇത് ലീനിയർ പെയർ അനുസരിച്ച് 70 ആയിരിക്കും. ദിസ് ഇസ് 70. ഏത് പി ക്യു എക്സ്. അപ്പം ഇവിടെ നമുക്ക് ഓരോന്ന് എഴുതിയിരുന്നെങ്കിൽ ഈ ആംഗിൾ പി എക്സ് ക്യൂ എന്ന് പറഞ്ഞത് 50 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ക്യൂ പി എക്സ് എന്ന് പറഞ്ഞത് എത്ര ആയിരിക്കും? 110, അത് 70 ഡിഗ്രി ആയിരിക്കും. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ആംഗിൾ പി ക്യു ആർ ആണ്. ആംഗിൾ പി ക്യു ആർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മീൻസ് ആംഗിൾ പി ക്യു എക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് 70ഉം 50ഉം 120 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി. ദാറ്റ് മീൻസ് ആംഗിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 60 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? സി ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും മക്കളെ? 77ൻ്റെ ആൻസർ സി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. സോ അടുത്ത ദിവസത്തിലേക്ക് പോവാം. In figure BC is a diameter of the circle and angle BAO is 60 degree. BAO ഇത് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം OAയും OBയും റേഡിയസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ രണ്ട് സൈഡിന് ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പം ഇത് 60 ആയതുകൊണ്ട് ഇതും 60 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഈ ഫിഗറിലേക്ക് പറയുമ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. BAO 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതും എന്ത് തന്നെ ആയിരിക്കും മക്കളെ? ഈ BOA ഈക്വൽ ടു
ഒ ബി അത് റേഡിയസ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ് വിൽ ബി ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ഒ ബി എ എന്ന് പറഞ്ഞത് ഇതും 60 ഡിഗ്രി ആയിരിക്കണം. ഇത് 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ആംഗിൾ എ ഡി സി ആണ് ചോദിച്ചത്, എ ഡി സി. അപ്പം ആംഗിൾ എ ബി ഒ തന്നെ ആയിരിക്കും, അല്ല ആംഗിൾ എ ബി ഒ ഈക്വൽ ടു ആംഗിൾ എ ഡി സി ആയിരിക്കും. കാരണം എന്താ, ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്, ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആണത്, ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്. കാരണം എന്താ, എ സി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആർക്ക് ഉണ്ടാക്കുന്ന, അല്ല അതിൻ്റെ എ സി എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി തന്നെ ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും. ഏത്, ആംഗിൾ എ ഡി സി വിൽ ബി ഓൾസോ 60 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ, സി തന്നെ ആയിരിക്കും. 78ാമത്തെ ആൻസർ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 79ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാംഗിൾ എ ബി സി ഗിവൺ ദാറ്റ് ബി സി ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ബി സിയുടെ വില 6 സെന്റിമീറ്റർ ആണെങ്കിൽ ആംഗിൾ ബി 45 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ വെൻ ഡിഫറൻസ് ഓഫ് എ ബി ആൻഡ് എ സി ഈസ് ഈക്വൽ ടു, ഇറ്റ്സ് നോട്ട് പോസിബിൾ വെൻ ഡിഫറൻസ് ഓഫ് എ ബി ആൻഡ് എ സി ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്കറിയാം ഫോർ ട്രയാംഗിളിൻ്റെ കൺസ്ട്രക്ഷന് എ ബി, അതായത് രണ്ട് എ ബിയും എ സിയും ആണെങ്കിൽ, അതായത് എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞത് എ സിനേക്കാൾ വലുതായിരിക്കും. എ ബി പ്ലസ് ബി സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ സി ആയിരിക്കണം. അതായത് ഏതെങ്കിലും രണ്ട് സൈഡുകൾ ആഡ് ചെയ്താൽ മൂന്നാം സൈഡിനേക്കാൾ വലുതാവണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അല്ലെങ്കിൽ എ സി പ്ലസ് ബി സി, അങ്ങനെയും പറയാം. എ സി പ്ലസ് ബി സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ ബി ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് സൈഡുകൾ, ഇതാണ് നെസസറി ആയിട്ട് കണ്ടീഷൻ വേണ്ടത്. സം ഓഫ് ദ എനി ടു സൈഡ്സ് ഓഫ് ട്രയാംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം ഫോർ ട്രയാംഗിൾ കൺസ്ട്രക്ഷൻ, ഫോർ ട്രയാംഗിളിൻ്റെ കൺസ്ട്രക്ഷന്. ഇതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോസിബിൾ അല്ല. അപ്പം എ സി പ്ലസ് ബി സി ഗ്രേറ്റർ ദാൻ എ ബി അല്ല കിട്ടുന്നതെങ്കിൽ, എ സി പ്ലസ് ബി സി ലെസ് ദാൻ എ ബി ആണെങ്കിൽ നോട്ട് പോസിബിളാണ്, നോട്ട് പോസിബിൾ കൺസ്ട്രക്ഷൻ, നോട്ട് പോസിബിൾ ഫോർ കൺസ്ട്രക്ഷൻ, നോട്ട് പോസിബിൾ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാംഗിൾ, ഓഫ് ട്രയാംഗിൾ. അപ്പോൾ ബി സി ഷുഡ് ബി ലെസ് ദാൻ എ ബി മൈനസ് എ സി ആയാൽ ഒരിക്കലും നടക്കൂല. അതായത് എ ബി എ സിയും കൂടി ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ബി സിനേക്കാൾ വലുത്, ബി സി 6 അല്ലേ, അപ്പോൾ 6നേക്കാൾ വലിയ ഇതാണ് നമ്മൾ എ ബിയും എ സിയും കൂടി നമ്മൾ ഡിഫറൻസ് എടുത്ത് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയുള്ള വാല്യൂ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. എ ബിയും എ സിയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 6നേക്കാൾ കൂടിയ വാല്യൂ വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ദാറ്റ് മീൻസ് എ ആണ് കറക്റ്റ് ഓപ്ഷൻ. 79ന്റെ കറക്റ്റ് ആൻസർ എ ആയിരിക്കും റിക്വയർഡ് ആൻസർ. 79 വിൽ ബി എ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. സോ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ദർ ആർ 50 numbers, ഈച്ച് നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 53, ഈച്ച് നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 53 and the mean of the numbers obtained is found to be minus 3.5. അപ്പോൾ ലെറ്റ് x1, x2 അങ്ങനെ x50 നമ്പേഴ്സ് ഉണ്ടെന്ന് ഇരിക്കുക. There are 50 numbers, each number is subtracted from 53. അപ്പോൾ 53 എന്നാണ് ഓരോ നമ്പേഴ്സും അപ്പോൾ 53 മൈനസ് x1, 53 മൈനസ് x2 പ്ലസ് എക്സെട്ര 53 മൈനസ് x50 ഡിവൈഡ് ബൈ 50. അങ്ങനെ സബ്ട്രാക്ട് ചെയ്തപ്പം കിട്ടിയതിൻ്റെ മീനാണ് മൈനസ് 3.5 എന്ന് പറയുന്നത്. ഈച്ച് ദ മീൻ ഓഫ് ദ നമ്പർ സോ ഒബ്റ്റൈൻഡ് ഈസ് ഫൗണ്ട് ടു ബി മൈനസ് 3.5. ദ മീൻ ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് 50 നമ്പേഴ്സ് ഉണ്ട്. ഈച്ച് നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം 53. 53 ഓരോ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ മീൻ ഓഫ് ദ നമ്പേഴ്സ് സോ ഒബ്റ്റൈൻഡ് ഈസ് ഫൗണ്ട് ടു ബി മൈനസ് 3.5. ദ മീൻ ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് ആണ് ചോദിച്ചത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, 53 പ്ലസ് 53 പ്ലസ് എക്സെട്ര എത്ര 53 ഉണ്ടാവും മക്കളെ, 50 ഉണ്ടാവും ബൈ 50 മൈനസ് എന്നുണ്ടാവും x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര x50 ബൈ 50 ഈക്വൽ ടു മൈനസ് 3.5 എന്നുണ്ടാവും. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന് 53 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 50, ആ മൈനസ് 3.5 ഇങ്ങോട്ട് കിട്ടിയാൽ പ്ലസ് 3.5, ദാറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര x50 ഡിവൈഡ് ബൈ 50 ആവും. ഇതായിരിക്കും റിക്വയർഡ് മീന്, സമ്മ് ബൈ നമ്പർ. ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് മീന്. ഇത് കട്ട് ചെയ്താൽ 53 പ്ലസ് 3.5 അഥവാ മീൻ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് മീൻ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 56.5 ആയിരിക്കും. 56.5. ഇവിടെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞത് സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരിക്കും. സം ഓഫ് ഒബ്സർവേഷൻ
by number of observations. So answer 56.5 ആയിരിക്കും. That means D ആണ് correct answer. So അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. n square minus 1 is divisible by 8 if n is, നമുക്ക് ഓപ്ഷൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. n square minus 1, ഇപ്പോൾ 1 square minus 1 അല്ലെങ്കിൽ വലിയ നമ്പേഴ്സ് 1 square minus 1 എന്ന് പറയുമ്പോൾ 0 is divisible by 8 എന്ന് പറയുമ്പോൾ റെഡിയാണ്. ഇനി വലിയ നമ്പർ 2 ഇട്ട് കൊടുത്താൽ 4 minus 1 3 ഡിവിസിബിൾ അല്ല. 3 ഇട്ട് കൊടുത്താലോ, അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ 3 square minus 1 അത് 8 ആണ്, is divisible by 8 ആണ്. അപ്പോൾ ഇതിലേതായിരിക്കും പറ്റുക? ഓഡ് ഇൻഡിജർ ആയിരിക്കില്ല ആൻസർ. 81ാമത്തെ ആൻസർ സി ആയിരിക്കും, ഓഡ് ഇൻഡിജേഴ്സ്. ഇപ്പോൾ 5 എടുത്തിരുന്നെങ്കിൽ 5 square 25 minus 1 അത് 24 divisible by 8 ആണ്. അപ്പോൾ ഓഡ് ഇൻഡിജേഴ്സ് ആയിരിക്കും എന്തായിരിക്കുക റിക്വയർഡ് ആൻസർ വരിക. എല്ലാ നാച്ചുറൽ നമ്പറും പറ്റൂല. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. 82ാമത് ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 72 and 127 leaving remainder 7 and 10 respectively. അപ്പോൾ 72ന് ഞാൻ എന്ത് ചെയ്തു? ലീവിങ് റിമൈൻഡർ 7 and 10. 72നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 65 കിട്ടുക. അതേപോലെ തന്നെ 127നെ 10 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ 170 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 65ഉം 170നും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ലാർജസ്റ്റ് റിമൈൻഡർ കിട്ടും. 65 നമുക്ക് 65ന് 5 into 13 എന്ന് എഴുതാം. 170ന് നമുക്ക് എങ്ങനെ എഴുതാം? 117ന് നമുക്ക് 9 into 13 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 13 ആണ്. ദാറ്റ് മീൻസ് 13 ആണ് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ലാർജസ്റ്റ് നമ്പർ നമുക്ക് 7നെ കൊണ്ടും 10നെ കൊണ്ടും അതായത് 13നെ കൊണ്ട് ഈ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് ആര് വരിക? 7ഉം 10ഉം വരിക. അത് വേണമെങ്കിൽ അല്ലാണ്ട് തന്നെ നമുക്ക് നോക്കാം ഓപ്ഷൻ വെച്ചിട്ട്. 72നെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തവണ പോകും എന്ന് വെച്ചാൽ 5 തവണ പോകും. ബാക്കി റിമൈൻഡർ ആയിട്ട് 7 വരും. അതേപോലെ 127 നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരും എന്ന് വെച്ചാൽ റിമൈൻഡർ ആയിട്ട് 10 കിട്ടും. അപ്പോൾ ആൻസർ 65ഉം 117ൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? മീൻസ് ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 72 ലീവിംഗ് റിമൈൻ 7 and 10 റെസ്പെക്റ്റീവ്ലി ഈസ് 13 ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ. സോ ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? ഡി ആണ് കറക്റ്റ് ആൻസർ. 83ാമത്തെ ഇഫ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ ഈക്വൽ. ഇതിൻ്റെ സീറോസ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനൻ്റ് അഥവാ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ ഈക്വൽ. അപ്പോൾ അതായത് ഡിസ്ക്രിമിനൻ്റ് 0 ആവണം. b² minus 4ac 0 ആവണം. b² ഈക്വൽ ടു 4ac ആവണം. ലെഫ്റ്റ് സൈഡ് ഒരു പോസിറ്റീവാണ്, ഇത് സ്ക്വയറും പോസിറ്റീവും ആണ്. അങ്ങനെ ആണെങ്കിൽ എയും സിയും എന്തായിരിക്കണം എന്ന് വെച്ചാൽ ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² plus bx plus c ആർ ഈക്വൽ. b² മൈനസ് അപ്പോൾ b² സി ആൻഡ് എന്തായിരിക്കണം? എയും സിയും എന്താവണം? എയും സിയും സെയിം സൈൻ ആവണ്ടേ? എ ആൻഡ് സി ഹാവ് സെയിം സൈൻ ആവണം. ഹാവ് സെയിം സൈൻ ആയാൽ മാത്രമല്ലേ, അതായത് ഇപ്പോൾ എ പോസിറ്റീവ് സിയും പോസിറ്റീവ് ആണോ ഓക്കെയാണ്, എ സി പോസിറ്റീവ് ആവും. എ നെഗറ്റീവ് സിയും നെഗറ്റീവ് ആണെങ്കിലും എന്താവും? എ സി പോസിറ്റീവ് ആവും. അപ്പോൾ എയും സി ഹാവ് സെയിം സൈൻ ആവണം. സി ആൻഡ് എ സെയിം സൈൻ ആവണം. അപ്പോൾ 83ാമത്തെ ആൻസർ എന്തായിരിക്കണം മക്കളെ? സി ആവണം. എങ്കിൽ മാത്രമേ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആവുമ്പോൾ റൈറ്റ് സൈഡും പോസിറ്റീവ് ആവണ്ടേ. അപ്പോൾ 83ാമത്തെ ആൻസർ ഏതായിരിക്കും? സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fraction becomes 1/3 when 1 is subtracted from the numerator. അപ്പോൾ let the fraction x by y ആക്കി എടുത്തു. Fraction becomes 1/3 when 1 is subtracted from the numerator. അപ്പോൾ fraction becomes 1/3. അപ്പോൾ x minus when 1 is subtracted from the x minus 1 by and fraction becomes 1/3 when 1 is subtracted from the numerator. And it becomes 1/4. X by becomes 1 when 8 is added to its denominator. X by y plus 8 ആണ് 1/4. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ x minus 1 3 into x minus 1 എന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 3 into x minus 1 എന്ന് പറഞ്ഞത് y ആവും. 3x minus 3 ആണ് y. അപ്പോൾ ഇതിൽ നിന്ന് 3x minus y എന്ന് പറഞ്ഞാൽ 3 ആണ് കിട്ടും ഒരു ഇക്വേഷൻ. അതേപോലെ രണ്ടാമത്തത് 4x ഈക്വൽ ടു y പ്ലസ് 8 എന്ന് കിട്ടും. സോ 4x minus y ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിരുന്നെങ്കിൽ
ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. 3x മൈനസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1ഉം 4x മൈനസ് വൈ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 2ഉം. ഞാൻ ഇക്വേഷൻ 2 എന്ന് ഇക്വേഷൻ 1 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ആ എക്സ് 5 ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ 3 ഇൻറ്റു 5 മൈനസ് വൈ ആണ് 3 എന്ന് വരും. ദാറ്റ് മീൻസ് 15 മൈനസ് 3 ആണ് വൈ എന്ന് വരും. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു 12 എന്ന് വരും. ദാറ്റ് മീൻസ് നമ്മളെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5/12 ആയിരിക്കും ആൻസർ. 5/12. അപ്പം 84ാമത്തിൻ്റെ ആൻസർ 5/12 ആയിരിക്കും, അഥവാ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ അടുത്ത ദിവസത്തിലേക്ക് പോകാം. 86th ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതൊരു ക്വാഡ്രാറ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഈ മൊത്തം ടേം ഞാൻ എക്സ് ആക്കി എടുത്തു. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് ഈ എൻ്റെ ടേമിനെ എക്സ് എന്ന് വിളിച്ചു. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 6 പ്ലസ് എക്സ് ആണ്. അങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ആയി മാറും. അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ഇതിന് ആൻസർ ആക്കിയിട്ട് ഈ എക്സ് എൻ്റെ ടേം ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ക്വാഡ്രാറ്റിക് ഫോർമുല അനുസരിച്ച് സോൾവ് ചെയ്തിരുന്നെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, അപ്പോൾ എക്സ് എന്ന് പറയും മൈനസ് മൈനസ്, അപ്പോൾ എന്താ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ ആരാ 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 6/2 ആണ്. സോ എക്സ് ആരാ 1 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് 24, ദാറ്റ് ഈസ് 25/2 എന്ന് വരും. സോ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 5/2 ആണ്. സോ ആൻസർ ഏതാ വരുള്ളൂ 6/2 അഥവാ 3 ഓർ എക്സ് ഈക്വൽ ടു 1 മൈനസ് മൈനസ് 2 ആണ്. പക്ഷേ ഈ ആൻസേഴ്സ് റൂട്ട് ഓഫ് 6 പ്ലസ് 6 പ്ലസ് ആ. അപ്പോൾ ഇതിൽ ഏത് ആൻസർ എടുക്കാൻ പറ്റുള്ളൂ? എക്സ് ഈക്വൽ ടു 3 എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. സോ അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. Altitude of a right angle triangle is 7 centimeter less than its base. Altitude of a right angle triangle is 7 centimeter less than its base if the hypotenuse is 13 centimeter. Hypotenuse 13 centimeter തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് 13 ആണെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് അനുസരിച്ചിട്ട് അത് ഏതാവാനാ സാധ്യതയുള്ളൂ മക്കളെ? 5, 12, 13 എന്ന് പറഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആവാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് എടുക്കാം? ബി ആണെന്ന് ആദ്യമേ എടുക്കാം. അതാണ് ഒരു മാർഗം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ആക്ച്വൽ മെത്തേഡ് അനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 7 centimeter ലെസ് ദാൻ ഇസ് ബേസ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എന്ത് ചെയ്യണം? 7 centimeter ലെസ് ദാൻ ഇസ് ബേസ്. അപ്പോൾ ലെറ്റ് ദ ബേസ് ബി എക്സ് ആക്കി എടുക്കുക. ലെറ്റ് ബേസ് എന്താക്കി എടുക്കണം? എക്സ് ആണെങ്കിൽ 7 centimeter. അപ്പോൾ എക്സ് മൈനസ് 7 ആണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ 13 സ്ക്വയർ ഈക്വൽ ടു എന്താക്കണം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 7 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചിട്ട് എക്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 എന്ന് കിട്ടും. അങ്ങനെ എക്സ് 12 ആണെങ്കിൽ 12 മൈനസ് 7 5 ആണ് ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ബി കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് മാർഗം. സോ ആൻസർ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിൽ പുട്ട് എക്സ് സ്ക്വയറിന് വൈ എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്തായി മാറി? വൈ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 1 വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 1 മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. സോ വൈ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നോക്കിയാൽ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അപ്പോൾ 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 ആ ഡി എന്ന് പറഞ്ഞത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ ദാറ്റ് മീൻസ് നോ റിയൽ സൊല്യൂഷൻ ആണ്. നോ റിയൽ റൂട്ട്സ് ആണ് ഇതിലുണ്ടാവുക. ദാറ്റ് മീൻസ് ഈ ഒരു ക്വാഡ്രാറ്റിക്കിന് നോ റിയൽ റൂട്ട്സ് ആണ്. ദാറ്റ് മീൻസ് സി ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അത് ക്വാഡ്രാറ്റിക് അല്ല, ഇത് ക്വാഡ്രാറ്റിക്കിലേക്ക് റെഡ്യൂസ് ചെയ്തതാണ്. ഇത് ആക്ച്വലി ഒരു 4th ഡിഗ്രി ആണ്. ദിസ് ഇസ് 4th ഡിഗ്രി ആണ്. റെഡ്യൂസ്ഡ് ക്വാഡ്രാറ്റിക് ആണ്. റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഐഡിയയിൽ ഒരു 4th ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു? ക്വാഡ്രാറ്റിക്കിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ നോക്കിയതാണ്. അപ്പോൾ നോ റിയൽ റൂട്ട്സ് ആണെന്ന് മനസ്സിലായി.
88th question. Sum of n terms of an AP is given by Sn equal to 3n plus 2n square. Then the common difference of AP. അപ്പോൾ ഇതിന് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പോൾ an സ്ക്വയർ പ്ലസ് ബി എൻ എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ ഇതിന് കോമൺ ഡിഫറൻസ് കാണാൻ ഷോർട്ട് കട്ട് ഇതാണ്. കോമൺ ഡിഫറൻസ് കാണാൻ വി ഹാവ് എ ഷോർട്ട് കട്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് കോമൺ ഡിഫറൻസ് that is 2 into coefficient of n square. Coefficient of n square that is 2 into a ആണ്. The common difference of AP. അപ്പോൾ ഈ കേസ് അനുസരിച്ച് Sn ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n ആണ്. സോ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞത് 2 into 2 അഥവാ 4 ആയിരിക്കും ആൻസർ വരിക. സോ ഡി ആയിരിക്കും വരിക. ഇത് കണ്ടുപിടിക്കാനുള്ള വേറെ മെത്തേഡ്, ആക്ച്വൽ മെത്തേഡാണ്. വേറൊരു മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ n ഉള്ളിടത്ത് 1 കൊടുക്കുക. അപ്പോൾ S1 കിട്ടും. അപ്പോൾ 3 into 1 plus 2 into 1 square ആണ്. അപ്പോൾ 5 ആണ് ഫസ്റ്റ് ടേം കിട്ടുക. S2 എന്ന് പറയുമ്പോൾ 3 into 2 plus 2 into 2 square. അത് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ്. 6ഉം 4 into 2 8 plus 6 അഥവാ 14 കിട്ടും. അത് ആക്ച്വലി A1 plus A2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ S2 minus S1 ചെയ്താൽ A2 കിട്ടും. S2 minus S1 ചെയ്താൽ A2 കിട്ടും. A2 ആരാന്ന് വെച്ചാൽ 14 minus 5 അഥവാ ദാറ്റ് ഈസ് 14 minus 5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 9 ആണ്. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ A2 minus A1 ആണ്. ദാറ്റ് ഈസ് 9 minus 5 അഥവാ 4 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 4 ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് ഡി ആണ് കറക്റ്റ് ആൻസർ. 89th ക്വസ്റ്റ്യൻ. Let A1, A2, A3, etc. A and B in AP. If A3 plus A7 plus A11 plus A15 equals 72, the sum of its first 17 term is. അപ്പോൾ A3 plus A7 plus A11 plus A15 ഈക്വൽ ടു 72. AP-യുടെ ഒരു പ്രത്യേകത ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സം ചെയ്യുന്നതിനായിരിക്കും സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും സം ചെയ്യുന്നത്. അതായത് A3യും A15 കൂടി ആഡ് ചെയ്യുന്നതിനായിരിക്കും A7ഉം A11ഉം ആഡ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ആക്ച്വലി A3 plus A15 അതെന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം? അത് തന്നെ ആയിരിക്കും A7 plus A11. അപ്പോൾ 2 into ഇതേ, അതായത് AP-യുടെ പ്രത്യേകത അനുസരിച്ച് A1 plus A16 തന്നെയായിരിക്കും എന്ത്? A1 plus A16 തന്നെയായിരിക്കും സം ഓഫ് ഫസ്റ്റ്. അത് തന്നെ ആയിരിക്കും സം ഓഫ് ഫസ്റ്റ് 17. സോറി, A1 plus A17 തന്നെയായിരിക്കും A3 plus A15. അത് തന്നെയായിരിക്കും A7 plus A11. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാം? A3 plus A7 plus A11 plus A15 പകരം ഈ പറഞ്ഞ A3 plus A7, അതായത് 2 into A1 plus A17 എന്ന് എഴുതാം. ഈ പറഞ്ഞതിന് അതാണ് 72 എന്ന് എഴുതാം. സോ A1 plus A17 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 36 ആണ്. നമ്മളോട് ചോദിച്ചത് സം ഓഫ് ഫസ്റ്റ് 17 ടേം. സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് അറിയുമ്പോൾ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമാണ്. 17/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 36 ആണ്. സോ 17 into 18 ആണ് ആൻസർ. 17 into 18 വിൽ ബി ദ ആൻസർ. 17 into 18 18 into 10 ആവുമ്പം 180 ആയിരിക്കും. 7 into 18 18 into 17 8 7 7 456. അപ്പോൾ ലാസ്റ്റ് 6 വരും. ദാറ്റ് മീൻസ് 306 ആയിരിക്കും ആൻസർ. 306 ആയിരിക്കും ആൻസർ. 306. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സം ചെയ്യുന്നതിനായിരിക്കും സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും. അതുപോലെ തേർഡ് ടേമും 15 ടേമും കൂടി സം ചെയ്യുന്നതിനായിരിക്കും ഫസ്റ്റ് ടേമും 17 ടേമും സം ചെയ്യുന്നത്. അപ്പോൾ ഞാനത് 306 എന്ന ആൻസർ കിട്ടി. ദാറ്റ് മീൻസ് ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പോൾ നോക്കാം മക്കളെ ഷോർട്ട് കട്ട് ആയിട്ട് തന്നെ ചെയ്യാം. ഇഫ് ദ പോയിന്റ് P എന്നാണ് x, y is equidistant from the point A plus B, B minus A and B A minus B, A plus B ആണ്. അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ XY ആണെങ്കിൽ ഇക്വിഡിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ AP ഈക്വൽ ടു BP ആവണം. അപ്പോൾ AP ഈക്വൽ ടു BP എന്ന് പറയുമ്പോൾ ഈ P എന്ന് പറഞ്ഞത് എന്തായാലും മിഡ് പോയിന്റ് ഓഫ് AB ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. മിഡ് പോയിന്റ് ഓഫ് AB ആയിട്ട് ആണെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് ABയിൽ വരും. അപ്പോൾ P എന്ന് പറഞ്ഞതിന് ഷോർട്ട് കട്ടാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞാൽ A plus B plus A minus B by 2, B minus A plus B by 2.
അതായത് 2a/2 a, b എന്ന് പറഞ്ഞ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കണം. a, b സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ a, b സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉള്ളൂ. അത് ഇതിൽ ഏതാന്ന് വെച്ചാൽ മക്കളെ ബി ആയിരിക്കും ആൻസർ. കാരണം bx = ay, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന bx = ay, ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ 91ാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് tan 1 × tan 2 × tan 3 × etc. tan 89. tan 1 ഡിഗ്രി ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ. tan 1 × tan 2 × tan 3 × etc. അപ് ടു tan 89 ആണ് ചോദ്യം. tan 89 ഡിഗ്രിയാണ്. അതിന് നമുക്കൊന്ന് മാറ്റി എഴുതിയിരുന്നെങ്കിൽ tan 1 × tan 2 × tan 3 × etc. tan 44 × tan 45 × etc. tan 89. അപ്പൊ ഇതില് tan 1, tan 2 etc. tan 44 × tan 45 × etc. tan 46 പകരം എനിക്ക് എന്ത് ചെയ്യാറിയോ, tan 46 പകരം അതിന് കോട്ട് 44 എഴുതാം. മറ്റേത് അങ്ങനെ അവസാനം കോട്ട് 1 എഴുതാം. ഇവിടെ അപ്ലൈ ചെയ്ത കോംപ്ലിമെന്ററി ആംഗിളാണ് tan 1 ഡിഗ്രി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ tan 46 ഡിഗ്രി എന്ന് പറഞ്ഞത് കോട്ട് 44 ഡിഗ്രിയാണ്. tan 89 ഡിഗ്രി എന്ന് പറഞ്ഞത് കോട്ട് 1 ഡിഗ്രിയാണ്. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ടാനും കോട്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആവും. റെസിപ്രോക്കൽസാണ്. അപ്പോൾ ഇത് തമ്മിൽ ഇത്രയും ആൾക്കാർ തന്നെയാണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ tan 44 കോട്ട് 44 1 ആവും. tan 1 കോട്ട് 1 1 ആവും. അവസാനം ഉണ്ടാവുക ഈ tan 45 മാത്രം ഓഡ് 1 ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ 1 ആണ് വരിക. സോ ഫൈനൽ ആൻസർ 1 ആവും. ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ട്രിഗണോമെട്രിയിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 4 tan θ = 3, then 4 sin θ minus cos θ by 4 sin θ plus cos θ = ഇതിൽ ഞാൻ 4 sin θ minus cos θ ഡിവൈഡ് ബൈ 4 sin θ plus cos θയിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ cos θ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വരിക വെച്ചാൽ 4 tan θ minus 1 by 4 tan θ plus 4 tan θ plus 1 എന്ന് വരും. ദാറ്റ് മീൻസ് tan തീറ്റയുടെ വില ഇവിടെ നമുക്ക് 3/4 ആണ് കണ്ടുപിടിക്കാം. അതിൽ കൊടുത്തിട്ടുണ്ട് 4 × 3/4 minus 1/4 × 3/4 plus 1 ആണ്. ഈ 4 4 ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് 3 - 1 ദാറ്റ് ഈസ് 2/4 അഥവാ 1/2 എന്ന് വരും. ആൻസർ ഏതായിരിക്കും മക്കളെ? സി ആണ് കറക്റ്റ് ആൻസർ. 1/2 വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ട്രിഗണോമെട്രിയിലാണ് ഇഫ് sin a plus sin square a = 1, then the value of expression cos square a plus cos raised to 4a = 2. ട്രിഗണോമെട്രിയുടെ ഐഡന്റിറ്റി അനുസരിച്ച് നമുക്കറിയാം തന്നിരിക്കുന്ന sin a plus sin square a 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രിഗണോമെട്രിയുടെ ഐഡന്റിറ്റി അനുസരിച്ച് റിസൾട്ട് അറിയാം. sin square a plus cos square a 1 ആണ്. അപ്പം അതും ഇത് കമ്പയർ ചെയ്യുമ്പോൾ sin a എന്തായിരിക്കണം? sin a ഷുഡ് ബി cos square a ആയിരിക്കണം. sin a ഷുഡ് ബി cos square a ആയിരിക്കണം. cos square a ആയിരിക്കണം. sin a എന്ന് പറഞ്ഞത് cos square aക്ക് തുല്യമാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിച്ചത് cos square a plus cos raised to 4a ആണ്. അപ്പോൾ cos square a എന്ന് പറഞ്ഞത് cos raised to, അപ്പോൾ cos raised to 4a എന്ന് പറയുമ്പോൾ cos raised to 4a എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് sin square a ആണ്. കാരണം ഇതിന് സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരും. cos raised to 4a എന്ന് പറഞ്ഞത് sin square a ആവും. അപ്പോൾ cos square a plus cos raised to 4a എന്ന് പറഞ്ഞത് sin square a ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് cos square a plus sin square a. അത് ഓൾറെഡി 1 ആണ് നമുക്കറിയാം. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ 93ാമത്തെ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. 94ാമത്തെ ക്വസ്റ്റ്യന് 1 + sin a, അതായത് 1 + sin a minus cos a ഡിവൈഡ് ബൈ 1 + sin a plus cos a ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇതാ 1 - cos a plus sin a ഡിവൈഡ് ബൈ 1 + sin a plus cos a.
ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് കോസേക്ക് ട്രിഗ്നോമെട്രി റിസൾട്ട് ഉണ്ട്, അതുപോലെ 1 പ്ലസ് സൈനേക്ക് റിസൾട്ട് ഉണ്ട്. സോറി 1 പ്ലസ് സൈന അല്ല, ഇതിനൊന്ന് മാറ്റി എഴുതാം. 1 പ്ലസ് കോസേ പ്ലസ് സൈനെ, ഇതിനും റിസൾട്ട് ഉണ്ട്. 1 മൈനസ് കോസയുടെ റിസൾട്ട് ദിസ് 2 സൈൻ സ്ക്വയർ a/2 ആണ്. പ്ലസ് സൈനേക്ക് റിസൾട്ട് ഉണ്ട് 2 സൈൻ a/2 കോസ് a/2 ഡിവൈഡ് ബൈ 1 പ്ലസ് കോസേക്ക് പകരം 2 കോസ് സ്ക്വയർ a/2 എന്ന് എഴുതാം. പ്ലസ് സൈനേക്ക് പകരം 2 സൈൻ a/2 കോസ് a/2. സോ കോമൺ എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് കോമൺ എടുക്കാം. ഞാൻ എന്ത് ചെയ്തു, മോളിൽ 2 സൈൻ a/2 കോമൺ എടുത്തു. 2 സൈൻ a/2 കോമൺ എടുത്തു. സോ ബാക്കി ആരുണ്ടാവും മക്കളെ, സൈൻ a/2 പ്ലസ് കോസ് a/2, സൈൻ a/2 പ്ലസ് കോസ് a/2 ഹോൾ ഡിവൈഡ് ബൈ താഴെന്ന് ഞാൻ എന്ത് ചെയ്തു, 2 കോസ് a/2 കോമൺ എടുത്തു. 2 കോസ് a/2 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് വരും, സൈൻ a/2 കോസ് a/2 പ്ലസ് സൈൻ a/2 എന്ന് വരും. കോസ് a/2 പ്ലസ് സൈൻ a/2. സോ അത് ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ 2 കട്ട് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് ഈസ് ടാൻ a/2 എന്ന് വരും. ടാൻ a/2. സോ ടാൻ a/2 ആയിരിക്കും ഓപ്ഷൻ വരിക. ദാറ്റ് മീൻസ് ഏതായിരിക്കും മക്കളെ ടാൻ a/2 വരുന്നത്? ദാറ്റ് മീൻസ് സി ആണ് കറക്റ്റ് ആൻസർ, ടാൻ a/2. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of a circle whose circumference is equal to the sum of the circumference of two circles of diameter 36 cm and 20 cm. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഡയമീറ്റർ D1 36 ആണ് തന്നിട്ടുണ്ട്, D2 20 cm ആണ് നമുക്ക്. അപ്പോൾ ആക്ച്വലി സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2πr അല്ലെങ്കിൽ πd ആണ്. അപ്പം നമ്മളോട് പറഞ്ഞത് ന്യൂ സർക്കംഫറൻസ്, ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഈക്വൽ ടു, ഇപ്പോൾ റിക്വയർഡ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞത്, റിക്വയർഡ് സർക്കംഫറൻസിൻ്റെ അതാണ് നമ്മൾ 2πr ആക്കി എടുത്തത്. അപ്പോൾ 2π ക്യാപിറ്റൽ R എന്ന് പറഞ്ഞത് πd1 പ്ലസ് πd2 ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, ആ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കാം. സോ π ഇൻറ്റു 36 പ്ലസ് π ഇൻറ്റു 20 ആണ് 2π ക്യാപിറ്റൽ R. അതായത് സർക്കംഫറൻസ്, അതായത് 2 സർക്കിൾസ് ഡയമീറ്റർ 36 ഡയമീറ്റർ 20 ഉള്ള സർക്കിൾസുകൾ എന്ത് ചെയ്തു, അതിൻ്റെ സർക്കംഫറൻസുകളുടെ സമ്മാണ് നമ്മളെ പുതിയ സർക്കിളിൻ്റെ സർക്കംഫറൻസ്. അപ്പം 56 π ആണ് 2πr. സോ π ക്യാൻസൽ ചെയ്യാം. R എന്ന് പറഞ്ഞത് 28 ആയിരിക്കും. ദാറ്റ് മീൻസ് 28 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മളെ ഈ പുതിയ ആ സർക്കിളിൻ്റെ ഇത്. ദാറ്റ് മീൻസ് സി ആണ് കറക്റ്റ് ആൻസർ. 95ാമത്തെ ആൻസർ സി ആയിരിക്കും. സോ മൂവിങ് ടു ദ 96th ക്വസ്റ്റ്യൻ. The probability that a non-leap year selected at random will contain 53 Sundays. നമുക്കറിയാം വർഷത്തിലെ നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ നോൺ ലീപ്പ് ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ, നോൺ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആയിരിക്കും. ആക്ച്വലി 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ 52 വീക്സ് ആണ് ഇയർലി ഉണ്ടാവുക. 52 വീക്സ്. സോ 52 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 364 ഡേയ്സ് ആണ്. സോ ഒരു ഡേ പെൻഡിങ് വരും, അതായത് ഒരു ഡേ റിമൈനിങ് വരും. ആ ഡേ ഏതൊക്കെയാ വെച്ചാൽ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് അപ്പം ആ ഡേ ഏതൊക്കെയാന്ന് വെച്ചാൽ മൺഡേ മുതൽ ട്യൂസ്ഡേ അങ്ങനെ ഏത് വരെ വരും, സൺഡേ വരെ വരും. ദാറ്റ് മീൻസ് 7 ഉണ്ടാവും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 53 സൺഡേസിന് ആക്ച്വലി എത്ര ഉണ്ടാവുള്ളൂ, 1/7 ആയിരിക്കും. ദാറ്റ് മീൻസ് ഏതായിരിക്കും, എ ആയിരിക്കും. അതായത് ആക്ച്വലി ഓരോ വർഷത്തിലും 52 വീക്സ് ആണ് ഉണ്ടാവുക. ആ 52 വീക്സിലും അതായത് ഓരോ സൺഡേ ഉണ്ട്. പിന്നെ 53ാമത്തെ സൺഡേ വരണമെങ്കിൽ ആ ഒരു ഡേ ആണ് അവസാനം ഉണ്ടാവുക. കാരണം 365 ഡേയ്സിൽ 364 ഡേയ്സിലും കറക്റ്റ് വീക്ക്ലി ആയിട്ട് വരും. ബാക്കി ഒരു ഡേയിൽ സൺഡേ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 1/7 ആയിരിക്കും പ്രോബിലിറ്റി. അതാണ് പ്രോബിലിറ്റി ഓഫ് 53 സൺഡേസ്. നോൺ ലീപ്പ് ഇയർ അത് ലീപ്പ് ഇയർ ആണെങ്കിൽ അതെന്താവും, 2/7 ആവും. കാരണം 2 ഡേയ്സ് വരും എക്സ്ട്രാ. സോ മൂവിങ് ടു ദ, അപ്പോൾ ഏതാ ആൻസർ, എ ആയിരിക്കും, 1/7 ആയിരിക്കും. 97th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 97th ക്വസ്റ്റ്യൻ.
The mode and mean is given by 7 and 8 respectively. The median ആണ് ചോദിച്ചത്. അപ്പോൾ മോഡും മീനും തന്നിട്ട് മീഡിയൻ ചോദിച്ചാൽ നമ്മൾ മോഡും മീനും ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ നമ്മൾ ഒരു റിലേഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീനാണ്. ഈ ഫോർമുല അനുസരിച്ച് നമുക്ക് എന്തുണ്ട്, മീഡിയൻ ആണ് ചോദിച്ചത്. മോഡ് എത്ര, മോഡ് ആൻഡ് മീൻ ഈസ് ഗിവൺ ബൈ 7 and 8. മോഡ് 7 ആണ്, മീന് 8 ആണ്. അപ്പം 3 മീഡിയൻ മൈനസ് 2 ഇൻറ്റു എത്രയാണ് മീൻ എന്നാണ്, 2 ഇൻറ്റു 8 ആണ്. ദാറ്റ് മീൻസ് 16 പ്ലസ് 7 ആണ് 3 മീഡിയൻ. ദാറ്റ് മീൻസ് മീഡിയൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 23/3 ആയിരിക്കും. 16 23/3 അഥവാ ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? സി ആണ് 97ാമത്തെ ആൻസർ. 98ാമത്തെ ക്വസ്റ്റ്യൻ, 100 cards are numbered from 1 to 100. Find the probability of getting a prime numbers. അപ്പോൾ ടോട്ടൽ കാർഡ്സ് ഏതൊക്കെ വെച്ചാൽ, ടോട്ടൽ കാർഡ്സ് ഏതൊക്കെ വെച്ചാൽ, നമ്പേഴ്സ് ഏതൊക്കെ വെച്ചാൽ 1 2 എക്സെട്ര അങ്ങനെ 100 വരെ ഉണ്ടാവും. അതിൽ തന്നെ പ്രൈം നമ്പർ, ഗെറ്റിംഗ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? പ്രൈം നമ്പേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ അതിൽ 2 3 5 അങ്ങനെയുള്ള 97 വരെ ഉണ്ടാവും. സോ ടോട്ടൽ എത്ര ഉണ്ടാവും വെച്ചാൽ പ്രൈം നമ്പേഴ്സ് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 25/100 ആയിരിക്കും. അതായത് 1/4 ആയിരിക്കും ആൻസർ മക്കളെ. 1/4 ആയിരിക്കും റിക്വയർഡ് ആൻസർ. 1/4 വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ 98ാമത്തെ ആൻസർ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ 99ാമത്തെ ക്വസ്റ്റ്യൻ, സൈഡ്സ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ 4:9. അപ്പം സൈഡ്സ് ഓഫ് ദ സിമിലർ ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ 4:9. ഏരിയ ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ. അപ്പം സൈഡുകൾ തമ്മിൽ റേഷ്യോ, സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ 1 is to sides of triangle 2. Side of triangle 1 to side of triangle 2. അപ്പോൾ T1/T2 എന്ന് പറഞ്ഞത് T1/T2ൻ്റെ സൈഡുകൾ തമ്മിൽ റേഷ്യോ, സൈഡിനെ എസ് എന്ന് വിളിച്ചിരുന്നെങ്കിൽ S1/S2 എന്ന് പറഞ്ഞത് 4/9 ആണെങ്കിൽ അതിൻ്റെ ഏരിയ 1/area 2 എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഈ റേഷ്യോന് സ്ക്വയർ ആയിരിക്കും. 4/9ൻ്റെ സ്ക്വയർ 4² ആയിരിക്കും. ദാറ്റ് ഈസ് 16/81 ആയിരിക്കും. അതൊരു റിസൾട്ടാണ്, പഠിച്ചു വെക്കണം മക്കളെ. സോ ഡി ആണ് ആൻസർ. എപ്പോഴും സിമിലർ ട്രയാങ്കിളിൽ സൈഡുകളുടെ റേഷ്യോയുടെ സ്ക്വയറിൻ്റെ റേഷ്യോ ആയിരിക്കും, സ്ക്വയേഴ്സിൻ്റെ റേഷ്യോ ആയിരിക്കും അതിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. സോ 16:81 വിൽ ബി ദ ആൻസർ. സോ റേഷ്യോ ഏതായിരിക്കും എന്ന് വെച്ചാൽ 16:81 ആയിരിക്കും. സോ 100th ക്വസ്റ്റ്യൻ, 2 cubes each of edge 12 cm joined end to end. അപ്പോൾ 2 ക്യൂബുകൾ end to end ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ ആക്ച്വലി ഒരു ക്യൂബോയിഡ് ആണ് കിട്ടുക. 2 ക്യൂബ് end to end ആയിട്ട് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ക്യൂബോയിഡ് കിട്ടും. ഒരു ക്യൂബോയിഡ് ആണ് കിട്ടുക. ഇങ്ങനെ end to end ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ക്യൂബോയിഡ് കിട്ടും. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും അറിയാം, ലെങ്ത് എന്തായി മാറും? 12 + 12 അഥവാ 24 ആയി മാറും. ബ്രെഡ്ത്തും ഹൈറ്റും 12 ആയിട്ട് റിമെയിൻ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ദാറ്റ് ഈസ് 2 × LB + BH + LH ആണ്. സോ അതായത് 2 ക്യൂബിന് പറയുമ്പോൾ എല്ലാ എഡ്ജ് ലെങ്ത്തും സെയിം ആണ്. 2 ക്യൂബുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂബോയിഡ് ആണ് കിട്ടുക. ആ ക്യൂബോയിഡ് എന്ന് പറയുമ്പം അതിന് ലെങ്ത്ത് 24 ആയി മാറും. പക്ഷേ ബ്രെഡ്ത്തും ഹൈറ്റും 12 ആയിട്ട് നിൽക്കും. ബ്രെഡ്ത്തും അതിൻ്റെ വിഡ്ത്തും അതേപോലെ തന്നെ ഹൈറ്റും 12 തന്നെ ആയിരിക്കും. ഇത് മാത്രം ഈ ലെങ്ത്ത് 12 + 12 അഥവാ 24 ആയി മാറും കേട്ടോ. ലെങ്ത്ത് എത്രയായി മാറും മക്കളെ? ലെങ്ത്ത് 24 ആവും. വിഡ്ത്ത് അഥവാ ബ്രെഡ്ത്ത് 12 ആയിരിക്കും, ഹൈറ്റും 12 ആയിരിക്കും. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്താൽ 2 × 24 × 12 പ്ലസ് വിഡ്ത്ത് 12 ഹൈറ്റും 12 ആണ് പ്ലസ് ലെങ്ത്ത് 24 ×
12 ആണ്. സോ 2 ഇൻറ്റു 288 പ്ലസ് 12 ഇൻറ്റു 144 പ്ലസ് 24 12 അഗെയിൻ 288. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 720 വരും. ദാറ്റ് മീൻസ് 1440 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ദാറ്റ് മീൻസ് പി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് നമ്മളെ UTSCയിലെ CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ. ഓക്കെ, സോ താങ്ക് യു.